കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജനപ്രിയ മാട്രിമോണി ആപ്പുകൾ ഉൾപ്പെടെ 10 ഇന്ത്യൻ കമ്പനികളുടെ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത് ഗൂഗിൾ. സർവീസ് ഫീസുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് നടപടി. ഭാരത് മാട്രിമോണി ഉൾപ്പെടെയുള്ള വിവിധ ആപ്പുകൾ വെള്ളിയാഴ്ച നീക്കം ചെയ്യപ്പെട്ടു. മൊബൈൽ ആപ്പുകൾക്കുള്ളിൽ നടക്കുന്ന പണമിടപാടുകളിൽ 15% മുതൽ 30% വരെ ഫീസ് ഈടാക്കുന്ന പഴയ രീതി നിർത്തലാക്കാൻ ഇന്ത്യൻ അധികൃതർ മുമ്പ് ഉത്തരവിട്ടിരുന്നു. ഇതിനുശേഷം ഗൂഗിൾ 11% മുതൽ 26% വരെയാണ് ഗൂഗിൾ ഫീസ് ഈടാക്കുന്നത്. ഇത് തടയാൻ ചില കമ്പനികൾ ശ്രമിച്ചതാണ് തർക്കങ്ങൾക്കിടയാക്കിയത്. എന്നാൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഇളവ് നൽകേണ്ടതില്ലെന്ന് സുപ്രീം കോടതിയുൾപ്പെടെ 2 കോടതി വിധികൾ കഴിഞ്ഞ 2 മാസങ്ങളിലായി ഗൂഗിളിന് അനുകൂലമായി വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫീസ് ഈടാക്കുന്നതിൽ ഇളവ് വരുത്താതെ ആപ്പുകൾക്കെതിരെ കമ്പനി നടപടി സ്വീകരിച്ചത്. Matrimony.comന്റെ ആപ്പുകളായ ഭാരത് മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ജോഡി ആപ്പുകൾ വെള്ളിയാഴ്ച നീക്കം ചെയ്യപ്പെട്ടു. ഞങ്ങളുടെ ഒപ്പുകൾ ഒന്നൊന്നായി നീക്കം ചെയ്യപ്പെടുകയാണെന്നും ഇന്ത്യൻ ഇന്റർനെറ്റിലെ ഇരുണ്ട ദിനമാണിതെന്നും Matrimony.com സ്ഥാപകൻ മുരുകവേൽ ജാനകിരാമൻ പ്രതികരിച്ചു. പ്ലേ സ്റ്റാർ നിയമലംഘന നടപടിയുമായി ബന്ധപ്പെട്ട Matrimony.comനും ജീവൻ സാഥി ആപ്പിന്റെ ഉടമയായ ഇൻഫോ എഡ്ജിനും ഗൂഗിൾ നോട്ടീസ് നൽകിയിരുന്നു. അധിക സമയം നൽകിയിട്ടും 10 ഇന്ത്യൻ ആപ്പുകൾ പണം നൽകാൻ തയ്യാറായില്ലെന്ന് ഗൂഗിൾ ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞു. ഫീസ് ഈടാക്കുന്നതിനുള്ള തങ്ങളുടെ അവകാശം അധികാരികളോ കോടതികളോ തടഞ്ഞിട്ടില്ല. ഫെബ്രുവരി 9 സുപ്രീം കോടതി അതിൽ ഇടപെടാൻ വിസമ്മതിച്ചതായും ഗൂഗിൾ ചൂണ്ടിക്കാട്ടി. സൗജന്യ വിതരണം, ഡെവലപ്പർ ടൂളുകൾ, അനലിറ്റിക്കൽ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ ആൻഡ്രോയിഡ് OSയിലേക്കും ആപ്പ് സ്റ്റോറിലേക്കുമുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫീസ് എന്ന് ഗൂഗിൾ പറയുന്നു. 2 ലക്ഷത്തിലേറെ ഇന്ത്യൻ ഡെവലപ്പർമാരിൽ നിന്ന് 3% പേർക്ക് മാത്രമേ ഫീസ് നൽകേണ്ടി വരുന്നുള്ളൂ എന്നും കമ്പനി ചൂണ്ടിക്കാട്ടി.